എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ ഫസ്റ്റ് സെമസ്റ്റർ പേപ്പറായ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ആൻഡ് HTML കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, സിലബസ് നോക്കി ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യുക. അതിനുശേഷം നിർബന്ധമായും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോകുക. ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ അതിൽ BCAയുടെയും BSc കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് അതുപോലെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാം. സോ കമ്പ്യൂട്ടർ സയൻസിൻ്റെയും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെയും സിലബസ് എന്താണ്, സെയിം ആണ്. സോ രണ്ടിലും ഏകദേശം ഒരേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ക്ലാസ്സുകളൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക, നമുക്ക് മുന്നോട്ട് ക്ലാസ്സുകൾ ചെയ്യാൻ കഴിയുക. ഇവിടെ നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യ സെക്ഷനിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 2 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അത് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാം. 1 മുതൽ 12 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓരോ ക്വസ്റ്റ്യൻ എത്ര മാർക്കാണ്, 2 മാർക്കാണ് അല്ലേ. സോ ടോട്ടൽ നമുക്ക് 24 മാർക്കിന് എഴുതാൻ പറ്റും. പക്ഷേ എത്രയാണ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുക, 20 മാർക്കാണ് സ്കോർ ചെയ്യാൻ പറ്റുക. സോ നമുക്ക് 12 ക്വസ്റ്റ്യൻ എഴുതാം, നമുക്ക് 20 മാർക്ക് വരെ എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. നമ്മളുടെ ടൈം എത്രയാണ്, 2 hours ആണ്. മാക്സിമം മാർക്ക് 60 മാർക്കാണ്. ഏതൊക്കെയാണ് ചോദിച്ച ക്വസ്റ്റ്യൻസ്? ഒന്നെന്താണ്, നെയിം എനി ഫോർ ഇൻപുട്ട് യൂണിറ്റ് ആണ്. ദെൻ ഡിഫറൻഷിയേറ്റ് റാം ആൻഡ് റോം, ഡിഫൈൻ അഡാപ്റ്റർ അല്ലേ. പിന്നെ 81 മീനിങ് ഇൻ ബൈനറി കോഡ്, ദെൻ ഡിമോർഗൻസ് ഫസ്റ്റ് ലോ, different types of laws in Boolean algebra, what is a flow chart, how to check whether a number is odd or even, define URL, what is DNS, then define CSS ID, what are HTML frames. So ഈ 12 ക്വസ്റ്റ്യൻസ് ആണ് 2 മാർക്കിനും ചോദിച്ചത്. ഫസ്റ്റ് വൺ എനി ഫോർ ഇൻപുട്ട് ഡിവൈസിൽ ഏതൊക്കെയാണ്, കീബോർഡ്, മൗസ്, സ്കാനർ, ക്യാമറ. നെക്സ്റ്റ് ഡിഫറൻഷിയേറ്റ് റാം ആൻഡ് റോം അല്ലേ. റാം ഒരു വോളട്ടൈൽ മെമ്മറിയാണ്, കാരണം ഇത് ഫയൽസിനെ ടെമ്പററി ആയിട്ടാണ് എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്യുക. അതുകൂടാതെ കമ്പ്യൂട്ടർ ഓണായി വർക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമേ റാം ഫയൽസ് സ്റ്റോർ ചെയ്യുന്നുള്ളൂ. എന്നാൽ റോം അല്ലേ ഒരു നോൺ വോളട്ടൈൽ മെമ്മറിയാണ്. റോം പെർമനന്റ് ആയിട്ടാണ് എന്ത് ചെയ്യുക, ഡാറ്റ സ്റ്റോർ ചെയ്യുക. പവർ ഓഫ് ചെയ്താൽ എന്ത് ചെയ്യും, ഡാറ്റ അവിടെ ആക്സസ് ചെയ്യും. ദെൻ റാം ഒരു റീഡ് റൈറ്റ് മെമ്മറിയാണ്. ഡാറ്റയെ മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യാനും റൈറ്റ് ചെയ്ത ഡാറ്റയെ റീഡ് ചെയ്യാനും കഴിയും. എന്നാൽ റോം എന്താണ്, ഒരു റീഡ് ഓൺലി മെമ്മറിയാണ്. ഒരിക്കൽ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റയെ റീഡ് ചെയ്യാനേ കഴിയുകയുള്ളൂ. ദെൻ റോമിനേക്കാളും ഒരുപാട് കോസ്റ്റ് കൂടുതലാണ് റാമിന്. ദെൻ റാമിനെ അപേക്ഷിച്ച് എന്താണ്, ചീപ്പറാണ്. റാം ഒരു ഹൈ സ്പീഡ് മെമ്മറി ആയതുകൊണ്ട് റോമിനേക്കാളും ഫാസ്റ്റർ ആണ്. എന്നാൽ റോം എന്താണ്, റാമിനേക്കാളും സ്ലോവർ ആണ്. നെക്സ്റ്റ് അഡാപ്റ്റർ അല്ലേ. ഒരു സെറ്റ് സിഗ്നലിനെ മറ്റൊരു സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സിമ്പിൾ സർക്യൂട്ട് ആണെന്ത്, അഡാപ്റ്റർ അല്ലേ. ഒരു സെറ്റ് സിഗ്നൽസിനെ മറ്റൊരു സെറ്റ് സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു സിമ്പിൾ സർക്യൂട്ട് ആണെന്ത്, അഡാപ്റ്റർ. അതിന് എക്സാമ്പിൾ ആണെന്ത്, ഡിസ്പ്ലേ അഡാപ്റ്റേഴ്സ്, നെറ്റ്വർക്ക് അഡാപ്റ്റേഴ്സ് എക്സെട്ര. അടുത്താണെന്ത്, 81 മീനിങ് ഇൻ ബൈനറി. ഇപ്പം ബൈനറിയിലെ 81 എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഡെസിമൽ നമ്പർ 255നെയാണ്. ബൈനറി എന്താണ്, ഒരു ബേസ് ടു നമ്പർ സിസ്റ്റം ആണ്. ഇവിടെ ഓരോ ഡിജിറ്റിനെയും 2ന്റെ പവറിലാണ് എന്ത് ചെയ്യുക, റെപ്രസെന്റ് ചെയ്യുക. നെക്സ്റ്റ് ഡിമോർഗൻസ് ഫസ്റ്റ് ലോ ഇൻ ബൂളിയൻ ഓൾജിബ്ര. 2 സെറ്റ്സിലെ എയും ബിയും അവയുടെ യൂണിയൻ ആണെന്ത്, എ യൂണിയൻ ബി അല്ലേ. സോ എ യൂണിയൻ ബി കോംപ്ലിമെന്റും എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റും ഈക്വൽ ആണെന്നാണെന്ത്, ഡിമോർഗൻസ് ഫസ്റ്റ് ലോ പറയുന്നത്. എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. നെക്സ്റ്റ് എന്താണ്, നെയിം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോസ് ഇൻ ബൂളിയൻ ആൽജിബ്ര അല്ലേ. ഏതൊക്കെയാണ്, കമ്മ്യൂട്ടേറ്റീവ് ലോ ഉണ്ട്, അസോസിയേറ്റീവ് ലോ ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഉണ്ട്, ദെൻ ഐഡന്റിറ്റി ലോ. നെക്സ്റ്റ് ഫ്ലോ ചാർട്ട് എന്താണെന്നാണ് അല്ലേ. ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ വർക്ക് ഫ്ലോയെ റെപ്രസെന്റ് ചെയ്യുന്ന ഡയഗ്രാം ആണെന്ത്, ഫ്ലോ ചാർട്ട്. അതായത് അൽഗോരിതത്തിന്റെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണെന്ത്, ഫ്ലോ ചാർട്ട്.
ഇപ്പോൾ ഫ്ലോ ചാർട്ടിലെ സിമ്പിൾസ് ഏതൊക്കെയാണ്? ഒന്ന് ഓവൽ ഷേപ്പ് അല്ലേ, അതെന്താണ്? സ്റ്റാർട്ട് അല്ലെങ്കിൽ എൻഡ് പോയിന്റ് റെപ്രസെന്റ് ചെയ്യാൻ. ദെൻ ആരോ അല്ലേ, അതെന്തിനാണ്? റിലേഷൻഷിപ്പ് കാണിക്കാൻ. ദെൻ പാരലലോഗ്രാം അല്ലേ, അതെന്താണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് കാണിക്കാൻ അല്ലേ. ദെൻ പ്രോസസ്സ് കാണിക്കാൻ എന്താണ്? റെക്ടാങ്കിൾ. ദെൻ ഡിസിഷൻ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഡയമണ്ട്. നെക്സ്റ്റ് എങ്ങനെയാണ് ഒരു നമ്പർ ഈവൻ ആണോ ഓഡ് ആണോ എന്ന് നോക്കാം. ആദ്യം തന്നിരിക്കുന്ന നമ്പറിൽ അല്ലേ എന്ത് ചെയ്യുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവിഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ അല്ലേ, അതായത് ശിഷ്ടം 0 ആണെങ്കിൽ ഈവൻ നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ 0 അല്ലെങ്കിൽ പിന്നെ എന്താണ്? അത് ഓഡ് നമ്പർ ആയിരിക്കും. സോ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ശിഷ്ടം 0 ആണെങ്കിൽ ഈവൻ നമ്പറും അല്ലെങ്കിൽ ഓഡ് നമ്പറും ആയിരിക്കും. നെക്സ്റ്റ് URL എന്താണെന്നാണ്. ഇന്റർനെറ്റിലെ ഒരു സ്പെസിഫിക് വെബ് പേജ് അല്ലെങ്കിൽ ഫയൽസിന്റെ അഡ്രസ് ആണെന്ത്? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അടുത്തത് DNS എന്താണെന്നാണ്. ഡൊമൈൻ നെയിമിനെ IP അഡ്രസ്സിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സർവീസ് ആണെന്ത്? DNS. ഡൊമൈൻ നെയിമിനെ IP അഡ്രസ്സിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ സർവീസ് ആണെന്ത്? DNS. ഫോർ എക്സാമ്പിൾ ഇപ്പം www.amazon.com അല്ലേ എന്ന ഡൊമൈനെ DNS എന്ത് ചെയ്യും? 192.0.2.44 എന്ന IP-യിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. നെക്സ്റ്റ് CSS ID അല്ലേ. CSS ID സെലക്ടർ HTML എലമെന്റിന്റെ ID ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടാണ് ഒരു പേജിലെ യുണീക്ക് എലമെന്റിനൊക്കെ സെലക്ട് ചെയ്യുന്നത്. CSS ഒരു ID സെലക്ടർ യൂസ് ചെയ്യാൻ ഹാഷ് ടാഗിന് ശേഷം എലമെന്റിന്റെ ID ആണ് എന്ത് ചെയ്യുക? എഴുതുക. അതിനുശേഷം സ്ക്വയർ ബ്രാക്കറ്റിൽ എലമെന്റ്സ് അപ്ലൈ ചെയ്യേണ്ട പ്രോപ്പർട്ടിയാണ് എഴുതുക അല്ലെ. ഇവിടെ നമുക്ക് കാണാം സ്ക്വയർ ബ്രാക്കറ്റിൽ എന്താണ്? എലമെന്റ്സ് അപ്ലൈ ചെയ്യേണ്ട പ്രോപ്പർട്ടീസ് ആണ് എന്ത് ചെയ്യുക? എഴുതുക. ദെൻ ഈ ഒരു പാർട്ടിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ HTML ഫ്രെയിംസ് അല്ലേ. ഇപ്പോൾ ഒരു വിൻഡോനെ തന്നെ ഇത് നോക്കുക, ഇതൊരു വിൻഡോ ആണല്ലേ. ഈ ഒരു വിൻഡോനെ തന്നെ മൾട്ടിപ്പിൾ സെക്ഷൻ ആക്കി. ഇവിടെ നമുക്ക് എത്ര സെക്ഷൻ കാണാൻ പറ്റും? 1 2 3 4 അല്ലേ. ഇങ്ങനെ മൾട്ടിപ്പിൾ സെക്ഷൻസ് ആക്കി ഡിവൈഡ് ചെയ്താൽ ഓരോ സെക്ഷനെയും പറയുന്ന പേരാണെന്ത്? ഫ്രെയിം. സോ ഓരോ ഫ്രെയിമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ സെപ്പറേറ്റ് HTML ഡോക്യുമെന്റ് നമുക്ക് ലോഡ് ചെയ്യാൻ കഴിയും. അതായത് നമുക്ക് വേണമെങ്കിൽ ഓരോ സെക്ഷനിലും എന്ത് ചെയ്യാം അല്ലേ, അല്ലെങ്കിൽ ഓരോ ഫ്രെയിമിൽ നമുക്ക് ഓരോ വെബ് പേജ് നമുക്ക് ലോഡ് ചെയ്യാൻ കഴിയും.